നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ വിജയം മാത്രം ലക്ഷ്യമിട്ട് ഇന്ന് FC ബാഴ്സലോണ ഇറങ്ങുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 റയൽ സോസിഡാഡുമായിട്ടാണ് അവരുടെ മത്സരം. എവേ മത്സരമാണ്. അപ്പോൾ ഇന്നലെ റയൽ വിജയിച്ചതോടുകൂടി ബാഴ്സയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 1 കുറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് സോസിഡാഡിനെ പരാജയപ്പെടുത്തി ആ വ്യത്യാസം 4 തന്നെ പുനഃസ്ഥാപിക്കുക. അതാണ് ഇന്ന് ബാഴ്സയുടെ ലക്ഷ്യം. ഈ കളിക്കുള്ള ബാഴ്സയുടെ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ക്വാഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാഫിഞ്ഞയെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് രാവിലെയുള്ള വീഡിയോയിലെ കാര്യം പറഞ്ഞിരുന്നു. റാഫിഞ്ഞ സംശയത്തിലാണ് കളിക്കുന്ന കാര്യമെന്ന്. ഇപ്പോൾ ക്ലബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടീം പ്ലെയർ റാഫിഞ്ഞ സിറ്റ്സ് ഔട്ട് ദി ഗെയിം അഗെയിൻസ്റ്റ് റയൽ സോസിഡാഡ് ആസ് എ പ്രിക്കോഷൻ ഡ്യൂ ടു നോക്ക് ടു ദി റൈറ്റ് തൈ എന്നാണ്. അത് നമ്മൾ ഇന്നലെ തന്നെ ഫ്ലിക്ക് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ചെറിയ നോക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല. വലിയ ഇഞ്ചുറി ഒന്നുമല്ല, ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിലാണ് താരത്തെ കളിപ്പിക്കാത്തത്. സ്ലാവിയ പ്രാഹയ്ക്കെതിരെ ബുധനാഴ്ച മത്സരമുണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. കാരണം ബാഴ്സ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ 15ാം സ്ഥാനത്താണ്. ടോപ്പ് 8 എത്തണമെങ്കിൽ അടുത്ത കളിയൊക്കെ വിജയിച്ച് പോയേ പറ്റൂ. അപ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഇപ്പം ഇന്നും ഫോമിലുള്ള റാഫിഞ്ഞയെ ഈ കളിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഏതായാലും റയൽ സോസിഡാഡിനെതിരെയുള്ള ബാഴ്സയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ, ജോൻ ഗാർഷ്യ, ഷെസ്നി എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട്. ഡിഫൻസിൽ കൻസേലോ, ബാൽഡെ, റൊണാൾഡോ റൗഹോ, കുബാർസി, ജെറാഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക് എന്നിവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മധ്യനിരയിലേക്ക് പെഡ്രി, ഫെർമിൻ, കസാഡോ, ഒൽമോ, ഫ്രങ്കി ഡിയോങ്, ബെർണൽ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ ഫെറാനും, ലെവൻഡോസ്കിയും, ലാമിനെ യമാലും, റാഷ്ഫോർഡും, റൂണിയും ഉൾപ്പെടുന്നു. ബാഴ്സയുടെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് മുണ്ടോ ഡിപ്പോർട്ടീവ് ഒരു സൂചന നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: ഗോൾ കീപ്പറായിട്ട് ജോൻ ഗാർഷ്യ, ഡിഫൻസിൽ കൂണ്ടെ, കുബാർസി, എറിക് ഗാർഷ്യ, ബാൽഡെ, പിന്നെ ഡിയോങ്ങും പെഡ്രിയും ഒൽമോയും മധ്യനിരയിൽ, ലാമിനെ യമാലും, ഫെറാനും, റാഷ്ഫോർഡും മുന്നേറ്റത്തിൽ. ഏതായാലും ഇന്നത്തെ മത്സരം വിജയിച്ച് ബാഴ്സ അവരുടെ വിജയ തേരോട്ടം തുടരും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.